ഒരു പൊതുവിഷയം എന്നുള്ളതിലുപരി ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയുടെയും ജീവന്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് കേരളത്തിലും കേരളത്തിന് പുറത്തും കേരളത്തെ അറിയുന്ന ജനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ജോയിക്ക് സംഭവിച്ചത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ എനിക്കോ എൻ്റെ ഉറ്റവർക്കോ സംഭവിക്കാം എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ. ഈ ആശങ്ക അവസാനിപ്പിക്കേണ്ടത് BJP-യുടെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മാത്രം ആവശ്യമല്ല, ഈ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്, ഈ നാടിന്റെ ആവശ്യമാണ്. ഈ ജോയിയെ കാണാതായ നിമിഷം മുതൽ ഇന്ന് രാവിലെ വരെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും നൂറുകണക്കിന് ആൾക്കാരാണ് ഈ കോർപ്പറേഷനിലെ ഒരു തിരുത്തൽ ശക്തിയായ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള BJP-യെ ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ കൗൺസിലർമാരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. ശാശ്വത പരിഹാരം വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഭരണം ഞങ്ങളുടെയിലല്ല. ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിച്ചാൽ, ഞാൻ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി BJP-യുടെ കൗൺസിലർമാർ, അതായത് 1/3 അംഗസംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കൗൺസിൽ യോഗം വിളിക്കാമെന്നുള്ളൊരു നിയമമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 15 കത്തെങ്കിലും മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ കൗൺസിലിന് വേണ്ടി ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര മണിക്കാണ് വിളിക്കുന്നത്? 4 മണിക്ക്. രാവിലെ 10 മണിക്ക് പ്രവർത്തനം ആരംഭിച്ചാൽ അന്ന് 4 മണിക്കാണ് ഇവിടുത്തെ മേയർ കൗൺസിൽ യോഗം വിളിക്കുന്നത്. 4 മണിക്ക് വിളിച്ച് ബെല്ലടിച്ച് അവിടെ വന്ന് അനുശോചന പ്രമേയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഒരു 4:30, 4:40 ആവും. അത് കഴിയുമ്പോഴേക്കും ചായ വരും. ചായയൊക്കെ കുടിച്ച് വരാത്തവരുടെ ലീവൊക്കെ പറഞ്ഞ് അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്യുമ്പോഴേക്കും 5 മണിയാവും. ഞാൻ ചോദിക്കട്ടെ, 5 മണിക്ക് അവർ അജണ്ട വായിച്ച് ചർച്ച ചെയ്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം പോലുള്ള ഒരു 12 ലക്ഷം 13 ലക്ഷം ജനസംഖ്യയുള്ള ഒരു ദിവസം 2-3 ലക്ഷം ആൾക്കാർ വന്നു പോകുന്ന ഒരു നഗരത്തിലെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട് ഇവർക്ക് രാവിലെ 10 മണിക്ക് കൗൺസിൽ യോഗം വിളിച്ചുകൂടാ? എന്തുകൊണ്ട് വിളിച്ചുകൂടാ? 5:30 ആകുമ്പോഴേക്കും യോഗം പിരിച്ചുവിടും. കാതലായ വിഷയങ്ങളിലേക്ക് തിരുവനന്തപുരത്തെ BJP-യുടെ കൗൺസിലർമാർ ചർച്ച തുടങ്ങുമ്പോഴേക്കും ഏതെങ്കിലും ഒരു CPM കൗൺസിലർ എഴുന്നേറ്റ് തടസ്സപ്പെടുത്തും, മേയർ സഭ പിരിച്ചുവിടും. കഴിഞ്ഞ 3.5-4 വർഷമായിട്ട് ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? രേഖകളെടുത്ത് പരിശോധിച്ചു. ഏതെങ്കിലും ഒരു മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ദിവസം രാവിലെ 10 മണിക്ക് ആരംഭിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഉച്ച വരെ ഒരു 3 മണിക്കൂറെങ്കിലും ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്ത ഒരു കൗൺസിൽ യോഗമെങ്കിലും രാജ്യത്തിന് മന്ത്രിയുടെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കൗൺസിൽ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നാണ് ഞാൻ പറയുന്നത്. അത്രത്തോളം ലാഘവ ബുദ്ധിയോടെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ ദിവസം MP രാജേഷ്, ബഹുമാനപ്പെട്ട മന്ത്രി, ഒരു ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യത്തെ അരമണിക്കൂർ സംസാരിച്ചിട്ട് അദ്ദേഹം പോയി. പക്ഷേ അവിടെ രാജേഷ് ചോദ്യത്തിന്റെ കുന്തമുനയൊക്കെ നീട്ടിവെച്ചത് കരാറുകാരനിലേക്കും റെയിൽവേയിലേക്കുമാ. രാജേഷ് ചോദിച്ചു, കരാറുകാരൻ എന്റെ ജോലിക്ക് മുൻകരുതൽ എടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, രാജേഷ് നിങ്ങൾ നോക്കിക്കോ, ആ കരാറുകാരൻ എന്ന് പറഞ്ഞ ബിജു ഉണ്ടല്ലോ, PWD, കേരള സംസ്ഥാന സർക്കാരിന്റെ PWD രജിസ്റ്റർ കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിന്റെ നമ്പർ സിവിൽ 1150/2022-2021 ബിജു, അദ്ദേഹത്തിന്റെ ഐഡന്റി കാർഡായത്. ഇത് CITU-ൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണ്. PWD കോൺട്രാക്ടേഴ്സ് ഫെഡറേഷനിലെ CITU-ലെ അംഗമാണ് ഈ കരാർ തൊഴിലാളി. മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൈരളി വെച്ച് കൈരളി കണ്ടെത്തിയാലും വെളിയിൽ കൊടുക്കില്ല, ബാക്കിയാർക്കും കണ്ടെത്തിയാലെന്ന് എനിക്കറിയില്ല. ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് MLA ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. CPM, ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നു, ഞാൻ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ കേസ് കൊടുത്തു എനിക്കെതിരെ. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള CITU-ൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്ടർമാരുടെ സംഘടനയിലെ അംഗമാണ് ഈ ബിജു. രാജേഷ് മറുപടി പറ. അപ്പൊ ആരാ കൊടുക്കേണ്ടത്? സംസ്ഥാന സർക്കാരിന്റെ PWD രജിസ്റ്റേർഡ് കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നോക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അവർക്കല്ലേ റെയിൽവേ കരാർ കൊടുത്തിരിക്കുന്നത്? അവർക്കല്ലേ? എത്ര മന്ത്രിമാരാ കള്ളം പറയാൻ ഇറങ്ങിയിരിക്കുന്നത്? ആദ്യം ശിവൻകുട്ടി വന്നു. ശിവൻകുട്ടിയുടെ ഒരു താണ്ഡവമൊക്കെ കഴിഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് ശിവൻകുട്ടിയുടെ കയ്യിൽ നിൽക്കുന്നില്ല. ജനരോഷം എതിരാണെന്ന് മനസ്സിലാക്കിയിട്ട് എവിടെന്നോ കിഷൻകുട്ടി മന്ത്രിയെയും രാജീവ് മന്ത്രിയെയും MP രാജേഷ് മന്ത്രിയെയും കൂടി രാത്രി കൊണ്ടുവന്നു. 3 മന്ത്രിമാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കള്ളം പറഞ്ഞാലും മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടി വരും. പിറ്റേ ദിവസം രാവിലെ മുതൽ രാജേഷ് വീണ്ടും വന്നു. അതിനുശേഷം രാജേഷും ഗോവിന്ദൻ മാഷും ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കാവൽ നിൽക്കുകയാണ്. നിങ്ങൾ 2-2.5 ദിവസം ആ സ്കൂബ ഡൈവേഴ്സിനെയും ആ പാവപ്പെട്ടവരെയും ഒക്കെ തന്നെ ടോയ്ലറ്റ് മാലിന്യം പോലുമുള്ള ആ ആറ്റിലിറക്കി മുക്കിയപ്പോഴേക്കും ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് തൊട്ടപ്പുറത്ത്
കോമ്പൗണ്ടിൽ നിന്നും ആ ബോഡി കിട്ടണമെന്നുള്ളതായിരുന്നു. പക്ഷേ സത്യം അങ്ങനെ ആയിരുന്നില്ല. റെയിൽവേ കോമ്പൗണ്ടിനകത്തുകൂടി വെള്ളം ഒഴുകി പോകുന്നുണ്ട്, കുറെ മാലിന്യ ബോഡിയൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളം ഒഴുകി, അതുകൊണ്ടല്ലേ ആ ബോഡി അപ്പുറത്ത് പോയത്? എന്തുകൊണ്ട് ജോയുടെ മൃതശരീരം കിടന്ന സ്ഥലത്ത് നിന്നും താഴേക്ക് ഒഴുകിയില്ല? പഴവങ്ങാടി ആ ഭാഗത്ത് ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച കിടക്ക വരെയുള്ള ടൺ കണക്കിന് മാലിന്യം താഴെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജോയുടെ മൃതശരീരം താഴേക്ക് പോകാത്തത്. റെയിൽവേ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ഞാനൊന്ന് ചോദിക്കുന്നു, നിങ്ങൾ റെയിൽവേ 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 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാ മന്ത്രിമാരും വന്ന് കള്ളം പറയുമ്പോഴേക്കും ഞാൻ ചോദിക്കട്ടെ, ഒരു 12 കിലോമീറ്റർ നീളമുള്ള ആമേഴഞ്ചാൻ തോട് റെയിൽവേയിലൂടെ കടന്നു പോകുന്ന 112 കിലോമീറ്റർ മാത്രമാണോ മാലിന്യം? ഞാൻ വെല്ലുവിളിക്കുന്നു, കേരള സംസ്ഥാനത്തിന്റെയോ ഈ കോർപ്പറേഷന്റെ പ്രതിനിധികൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ വരാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ താങ്കളോടൊപ്പം നടക്കാൻ തയ്യാറാണ്. ഈ ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാടും ആരംഭിക്കുന്ന സ്ഥലം മുതൽ അവസാനിക്കുന്ന സ്ഥലം വരെ മാലിന്യങ്ങൾ ടൺ കണക്കിന് കെട്ടിക്കിടക്കുന്നത് ഞങ്ങൾ പറഞ്ഞു തരാം, കാട്ടിത്തരാം. VK പ്രശാന്ത് ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം കൂടെ കണക്കുകൾ പറയുകയാ. സുഹൃത്തുക്കളെ, 10 കോടി രൂപയാണ് കിച്ചൺ ബിൻ വാങ്ങാൻ പേരിൽ കണക്കെഴുതിയെടുത്തത്. 1300 രൂപ 400 രൂപയ്ക്ക് കോയമ്പത്തൂർ മാർക്കറ്റിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് വാങ്ങിയിട്ട് പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ചിട്ട് 10 കോടി രൂപ 50,000 കിച്ചൺ ബിൻ വെച്ചെന്നാ പറയുന്നത്. 500 എണ്ണം എന്റെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു. ഇനോക്കുലം കിട്ടാനില്ല, പ്രവർത്തിക്കുന്നില്ല. ഒറ്റ വീട്ടിലും പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ പൈപ്പ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുത്തു, പ്രവർത്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3.5-4 വർഷമായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒരുപാട് സമയം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വിഷയം പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത വാർത്ത നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഒന്നുകിൽ തൊഴിൽ തട്ടിപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരൻ തട്ടിപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ പട്ടിയെ വന്ധ്യം കരിക്കുന്നതിനുള്ള തട്ടിപ്പ്, അല്ലെങ്കിൽ കൊതുകിൽ പിടിക്കുന്നതിനുള്ള തട്ടിപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ മാലിന്യ സംസ്കരണത്തിന്റെ തട്ടിപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ ആനാവൂർ യൂണിവേഴ്സിറ്റി വഴി അനധികൃത നിയമനം കൊടുത്ത തട്ടിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ മേയറും ഭർത്താവും കൂടി KSRTC ആനവണ്ടി നടന്ന തട്ടിപ്പ്. ഇതല്ലാതെ, ഈ തോന്നിയാസങ്ങൾ ചർച്ച ചെയ്യാനല്ലാതെ ഏതെങ്കിലും മാധ്യമം, ശക്തമായിട്ട് BJP വിമർശിക്കുന്ന ഒരു മാധ്യമത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നു, തിരുവനന്തപുരത്തിന്റെ ശാപമാണ് ഈ മേയർ എന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം നഗരത്തിന് ശാപമായി മാറിയ ഒരു കുട്ടി, നിങ്ങളുടെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ തന്നെ സമ്പൂർണ്ണ പരാജയം, നിങ്ങളുടെ പാർട്ടിയെ തകർത്തു, പക്വതയോടെ പെരുമാറാൻ അറിയില്ല, മനുഷ്യരോട് ധാർഷ്ട്യം എന്ന് നിങ്ങൾ വിലയിരുത്തിയതായിട്ട് എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് വാർത്ത കൊടുക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ പറയുന്നു, ഇനിയുള്ള 1.25 വർഷം കൂടി നീ എന്നെ തുടർന്നോ? നിന്നെ മാറ്റിയാൽ വയ്ക്കാൻ ആളില്ല, ഉള്ളതിൽ മെച്ചം നീയാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ തുടർന്നോ? ഉള്ളതിന് തീർച്ചയല്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയാലോ, അതിനകത്തിരിക്കുന്നവർക്ക് അറിയാം എന്തൊക്കെ കലാപരിപാടികളാണോ നടക്കുന്നതെന്നും. ഇവിടെ ബാലസംഘം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്കൂൾ കുട്ടികളുടെ കൂടെ ഗോലി കളിച്ച് നടന്നു എന്നുള്ളതാണ് മേയറാക്കാൻ കണ്ട മാനദണ്ഡം. മേയറാക്കാൻ കണ്ട മാനദണ്ഡം ബാലസംഘത്തിൽ ഗോലി കളിച്ചു എന്നുള്ളതാണ്. മസിലും പിടിച്ചിരിക്കുന്ന 4 ഫോട്ടോയും എടുത്തിട്ട് പിണറായി വിജയന്റെ കൂടെ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ 15 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന, ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ സാധിക്കുമോ? അപ്പൊ പറയുന്നു, പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഭരണം പഠിപ്പിക്കണം. ഇതെന്താ ഡ്രൈവിംഗ് സ്കൂളാ? ഇത് ഡ്രൈവിംഗ് സ്കൂളാണോ? പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടിൽ വിലയിരുത്തൽ ഡ്രൈവിംഗ് സ്കൂളാണോ? പറയാൻ തയ്യാറാകണം. എങ്കിലൊരു കാര്യം ചെയ്യും, എൽ ബോർഡ് കൂടെ വെച്ചോ. ഞങ്ങൾ വയ്ക്കും, തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ബോർഡ് വയ്ക്കും. ആര്യാരാജങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് നിന്റെ ചുറ്റും പോകണം എന്ന് എൽ ബോർഡ് വയ്ക്കുവാൻ വേണ്ടി ഗോവിന്ദൻ മാഷ് തയ്യാറാകണം, പിണറായി വിജയൻ തയ്യാറാകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. എങ്ങനെയാണെന്നറിയാം, വി മുരളീധരൻജി ഈ വിഷയം വളരെ സജീവമായിട്ട് സംസാരിക്കും. കാരണം അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ മാലിന്യ വിഷയത്തിൽ 2010 മുതൽ വളരെ വലിയ പോരാട്ടം ഞങ്ങൾ നടത്തിയത്. 2014 അന്ന് 6 സീറ്റ് ഉണ്ടായിരുന്നത് 2015 35 സീറ്റായിട്ട് വർദ്ധിച്ചുവെങ്കിൽ അന്ന് മാലിന്യ പ്രശ്നത്തിൽ BJP നടത്തിയ പോരാട്ടമാണ് എന്ന് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയും. ഞാൻ ഒറ്റ സംഭവം കൂടി പറയാം, മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് ഒരു സംഭവം നടന്നു. അതായത് ഇവിടെ ഇപ്പോ ഞാനും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു 10-30% മാത്രമേ അഴിമതിക്കാരുള്ളൂ. ബാക്കി 10-70% നല്ല ആൾക്കാരാണ്. ഒരു 30% ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ്, എല്ലാവരെയും പറയുന്നില്ല. വൈകുന്നേരം പോകുമ്പോൾ ഹോട്ടലിൽ ചെന്നിട്ട് പാക്കറ്റ് വാങ്ങിക്കുക, പാക്കറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവന് ഫൈൻ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ കലാപരിപാടിയുള്ള ഒരു 10-30% ഉദ്യോഗസ്ഥന്മാരുണ്ട്. ബാക്കി ഒരുപാട് സത്യത്തിൽ തരാനുണ്ട്. ഞങ്ങളോടൊക്കെ വളരെ മാന്യമായിട്ട് നന്നായിട്ടാണ് അവർ പെരുമാറുന്നത്. അത് ശാന്തിയുടെ അനുഭവങ്ങളിലോട്ടായിരിക്കും ഒരു പക്ഷേ, എന്തായാലും നല്ല രീതിയിൽ അവരൊക്കെ പെരുമാറുന്നത് സത്യസന്ധരായ. കാരണം കള്ളവോട്ട് കഴിഞ്ഞതിന് BJPയുടെ വോട്ടെടുത്ത് മാറ്റിയ ശാന്തി ഇപ്പോ ഉണ്ട നിന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങളോട് കുറെ ഉദ്യോഗസ്ഥന്മാർ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. 10 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന, ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ സാധിക്കുമോ?
ചില സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ ഓട്ടോറിക്ഷയിൽ മാലിന്യം കൊണ്ട് തള്ളാൻ ചെന്നതിനെ ചാക്കയിലിട്ട് രാത്രി പിടിച്ചു. അതായത് ചാക്കിൽ കോഴി തല, പൂച്ചത്തല, അല്ലെന്നുണ്ടെങ്കിൽ ആടിന്റെ തല, ഇതൊക്കെയായിട്ട് ആശുപത്രി ഹോട്ടൽ വേസ്റ്റ് ഒക്കെ ആയിട്ട് ചെന്ന ഒരു ഓട്ടോറിക്ഷയെ പിടിച്ചു. ഉദ്യോഗസ്ഥന്മാർ രാത്രിയല്ലേ കൊണ്ടുവന്നു, ഇവിടെ ഓട്ടോയെ കൊണ്ടിട്ടു. ഫൈൻ അടിക്കാനുള്ള നടപടികളുമായി രാവിലെ ചെന്നപ്പോ ഇവിടത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എത്തുകയാ. മാർക്സിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ച ആളാ ഇവിടെ എത്തിയിട്ട് പറയുന്നു, ആ ഓട്ടോറിക്ഷ CPM-ന്റെ ഒരു പാവപ്പെട്ട പ്രവർത്തകന്റേതാണ്. ആ മാലിന്യം കൊണ്ടുപോയി നമ്മുടെ സഖാക്കന്മാരാണ് ഓട്ടോ വിട്ടു കൊടുക്കണം. നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ഞാൻ ഉത്തരവാദിത്തോടെ പറയുകയാ. ആ ഓട്ടോയ്ക്ക് 1 രൂപയുടെയും ഫൈൻ അടിച്ചില്ല. അതിന് പകരം ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. ആ ഉദ്യോഗസ്ഥനെ നടപടി സ്വീകരിച്ചു. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പിന്നീട് മാലിന്യം കൊണ്ട് തള്ളാൻ ഇറങ്ങൂ? ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മാലിന്യം ചാക്കുകെട്ടിലാക്കിയിട്ട് പണം വാങ്ങിക്കൊണ്ട് ഇവിടെ ഈ ഓടയിൽ തള്ളുന്ന ഇവിടുത്തെ പ്രശ്നം. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നാളെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു ചവിട്ടുനാട ഇവിടെ നടക്കുകയാണ്. UDF ഇനിയിപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ നേതാക്കന്മാരും വെള്ളയായിട്ട് രാവിലെ ഒരു മാലിന്യത്തിനെതിരെ പ്രതികരിക്കാൻ ഞാൻ നിങ്ങളോട് പറയാമല്ലോ. നിങ്ങൾ കാണിച്ച ഒരു നയമുണ്ടല്ലോ, CPM-ന്റെ ചുറഞ്ചുറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10-40 വർഷം കൊണ്ട് ഇതിനകത്തിരിക്കുന്ന ഒരു നയമുണ്ടല്ലോ. ആ നയമാണ് തിരുവനന്തപുരത്തെയും കേരളത്തെയും ഈ അവസ്ഥയിലാക്കിയതെന്ന് പറയാൻ ഞങ്ങൾക്ക് ഈ 4-5 വർഷത്തെ ഉദാഹരണം മാത്രം മതി. എന്നാ ഇതൊക്കെ വെളിച്ചം കണ്ടു തുടങ്ങിയത്? ഇതൊക്കെ വെളിച്ചം കണ്ടു തുടങ്ങിയ BJP-യുടെ കൗൺസിലർമാരുടെ എണ്ണം ഇവിടെ കൂടിയതിനു ശേഷമാ. ഇപ്പൊ 10 പേര് ഈ മണ്ണെണ്ണയില്ലാതെ ജിമ്മിന് കത്തുന്നത് പോലെ ഇതുവഴി ഫോൺ കണ്ടിട്ടുണ്ട്. എന്നിട്ട് CPM-ന്റെ നല്ലൊരു ആക്രമണം വരുമ്പോഴേക്കും എല്ലാവരും പായം തലയും ചുട്ടി വീട്ടിൽ പോകും. എല്ലാവരും പോകും. നാളെ ഇവിടെ വന്ന് കീഴ്വാണ പ്രസംഗം നടത്തും, ഞങ്ങൾക്കറിയാം. പക്ഷേ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കോർപ്പറേഷൻ കൗൺസിലുകളിൽ അന്തസ്സായിട്ട് പോരാട്ട രംഗത്തിറങ്ങണം. മിനിമം ഞങ്ങൾ പോരാട്ടം നടത്തുമ്പോഴേ ഒളിച്ചോടുകയും ചെയ്യില്ല. കസേരയെങ്കിലും ഒന്നിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടി ഈ തിരുവനന്തപുരത്തിനെ വീണ്ടെടുക്കുവാനുള്ള വളരെ വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. BJP-യുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ, BJP-യുടെ സംസ്ഥാന ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ ഞങ്ങൾ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്, പിന്തുണ അർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരൻജി തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രശ്നം തിരുവനന്തപുരത്തെ എന്നല്ല കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പരിഹരിക്കുവാനുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നതായി പ്രഖ്യാപിച്ചു.